ഒടുവിൽ പവനായി ശവമായി. പറഞ്ഞു വരുന്നത് വർക്കല പാപനാശത്ത് സ്ഥാപിച്ച ഫ്ലോട്ടിങ്ങിനെ പറ്റിയാണ്. ആദ്യം സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ആളുകൾ ഉൾപ്പെടെ കടലിലേക്ക് മുങ്ങിയപ്പോൾ ഇക്കുറി പഠനം നടത്താനായി സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അപകടത്തിൽപ്പെട്ടത്. പഠനം നടത്താനുള്ളതായതുകൊണ്ട് ഇക്കുറി ആളുകൾക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. ശക്തമായ കടൽ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരുകയായിരുന്നു. 2024 മാർച്ച് 9 അപകടമുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് സ്ഥാപിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതാണ് ഇന്ന് ശക്തമായ തിരയിൽപ്പെട്ട് തകർന്നത്. NITയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പരിശോധനയ്ക്കാണ് പുനർനിർമ്മാണം നടത്തിയത്. പുനർനിർമ്മാണം നടത്തിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ആദ്യം തന്നെ ഇതിനോട് പ്രതികരിച്ചിരുന്നു. ശക്തമായ തിരമാലകളും അടിയൊഴുക്കും ഏത് സമയമാണ് ഉണ്ടാകുന്നതെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരിടമാണ് പാപനാശം കടൽ തീരമെന്നും ഇതുമൂലം ഇനിയും ഇവിടെ അപകടമുണ്ടായേക്കാമെന്നുള്ള വാദങ്ങൾ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും സമീപവാസികളിൽ നിന്നും ലൈഫ് ഗാർഡുകളിൽ നിന്നും ഉയർന്നതാണ്. ഇതിനെ വകവയ്ക്കാതെയാണ് തമിഴ്നാട് തൃച്ചി ആസ്ഥാനമായ സ്വകാര്യ കമ്പനി നീക്കം നടത്തിയത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ വർക്കലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ അഡ്വഞ്ചർ സ്പോർട്സ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏകദേശം ആദ്യത്തെ ഇൻസ്റ്റാളേഷൻ തന്നെ ചെറിയ പാഴ്ചകൾ ഉണ്ടായിരുന്നു. അത് തിരയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് അതിന് ചെറിയ പൊട്ടൽ സംഭവിച്ചു. ഏകദേശം 15ഓളം ആൾക്കാർക്ക് അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഇത് നിർത്തിവെക്കുകയും ഇതിന്റെ ഓപ്പറേറ്റേഴ്സിനെതിരെ പോലീസ് കേസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം NITയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യം സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറ്റി ഇത് സ്ഥാപിച്ച് NITയുടെ പഠനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കൂടുതൽ നാൾ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 ദിവസത്തിനകത്ത് അപ്പോഴും പൊട്ടലുണ്ടായി. ഈ ഈ തിരയുടെ വ്യത്യാസങ്ങൾ കാരണം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊട്ടി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ ഇൻസ്റ്റലേഷനാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. അത് NITയുടെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു നോട്ടീസ് ബോർഡ് വെച്ചേക്കുന്നത്. പക്ഷേ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അവർക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു പഠനം, ഈ തിരകളെ വ്യതിയാനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വർക്കലയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണിത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പക്ഷേ അത് പഠനങ്ങൾ നടത്താതെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വർക്കലയ്ക്കൊരു ദോഷമായിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പഠനങ്ങൾ നടത്തി ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ എല്ലാവരുടെ അഭിപ്രായം. നമ്മുടെ വർക്കല പാവനാശത്ത് 2024 ജനുവരി 1 ന്യൂ ഇയർ സമ്മാനമായിട്ടും ആ വർഷത്തെ ക്രിസ്മസ് സമ്മാനമായിട്ടും കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലോട്ട് ബ്രിഡ്ജ്. അത് ഒരു 3 മാസം, ഏതാണ്ട് 9/3/2024 തിരയിൽപ്പെട്ട് ഏതാണ്ട് 10-20ഓളം പേർ ഇതിനകത്ത് അപകടത്തിൽപ്പെടുകയും നമ്മുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് അവർക്ക് ജീവഹാനി വരാതെ രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് വീണ്ടും ഇവർ തന്നെ ഇതേ ആൾക്കാർ തന്നെ ഇതിന്റെ അതേ സാധനം തന്നെ വീണ്ടും ഇതിന് ഓപ്പോസിറ്റായിട്ട് സൗത്ത് ക്ലിഫിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് വീണ്ടും അവർ ഇൻസ്റ്റാൾ ചെയ്തു. അന്ന് അവർ പറഞ്ഞത് NITയുടെ ഒരു സർവേക്ക് വേണ്ടിയാണ് ഇതിന്റെ ഏതാണ്ട് ഫീസിബിലിറ്റി ഒക്കെ നോക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. പക്ഷേ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ വീണ്ടും ഇത് പൊട്ടി തകർന്ന ഒരു സ്റ്റേജിൽ ഇപ്പൊ വീണ്ടും 2 ദിവസമായിട്ട് നമ്മുടെ പഴയ സ്ഥലത്ത് നോർത്ത് ക്ലിഫിൽ പഴയ സ്ഥലത്ത് തന്നെ അതേ ഓണർ അതേ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയി ഇത് കൊണ്ടുവച്ച് അതേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉപകരണങ്ങൾ കൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബോർഡ് നമുക്ക് കാണാം. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിന്റെ സ്റ്റഡിക്ക് വേണ്ടിയാണ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് വേണം ഇത് ആരംഭിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ ആവർത്തിക്കപ്പെട്ടാൽ നമുക്ക് വീണ്ടും വർക്കലയുടെ ടൂറിസത്തിന് ഒരു പുറലേക്ക്. അതുകൊണ്ട് ഇനി ഈ ഒരു NITയുടെ പഠനം നടത്തിയാൽ പോലും അന്ന് തന്നെയും ഈ അവിടെ ഉണ്ടാകുന്ന സമയത്ത് വാണിംഗ് ഉണ്ടായിരുന്നു, അത് അവര് ഇത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അത് പരിഗണിക്കാതെയാണ് അന്ന് അവർ ഓപ്പറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് ധനലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ അപകടങ്ങളിലേക്ക് ഇത് ചെന്ന് പതിക്കുന്നത്. ധനലാഭമാണ് ഇവരുടെ സെക്യൂരിറ്റി അല്ല, ധനലാഭം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഓവർ ക്രൗഡിങ്, കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് കയറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഏത് NOC വാങ്ങിച്ചാലും ഏത് സാങ്ഷൻ വാങ്ങിച്ചാലും ആരൊക്കെ സർട്ടിഫൈ ചെയ്താലും ഇവിടെ റെഗുലറായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്ത് ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇതിന് പ്രോപ്പറായിട്ടാണോ ഇത് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ നോക്കാനും ഉള്ള അതോറിറ്റീസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് സുരക്ഷിതമായി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയൂ.
പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപ് പ്രകൃതി തന്നെ ഇത് തകർത്തത് മൂലം വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് ആശ്വസിക്കാം. വിസ്മയാനുസ്, വർക്കല.